നിസ്സാരം എന്ന് കരുതാനും പറയാനും എല്ലാവർക്കും സാധിക്കും. അതിലൊളിഞ്ഞിരിക്കുന്ന മഹത്വം ഉൾക്കൊള്ളാനും പരിപോഷിപ്പിക്കാനും കഴിയുക എന്നത് ഏറെ ശ്രേഷ്ഠകരവും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കഥ പറയാം. ഒരിക്കൽ ഫ്ലോറൻസിലെ ഒരു വിരുന്നുശാല അലങ്കരിക്കുവാൻ 2 ശില്പങ്ങൾ എത്തിച്ചു. വെണ്ണക്കല്ലിൽ കൊത്തിയ ആ മനോഹര ശില്പങ്ങളിലൊന്ന് താഴെ വീണ് ഉടഞ്ഞുപോയി. ശില്പം തകരുവാൻ കാരണക്കാരനായ വൃദ്ധൻ ആകെ അങ്കലാപ്പിലായി. ഇത് കണ്ടുനിന്ന അയാളുടെ അനന്തരവൻ ഉടൻ തന്നെ കുറച്ച് ധാന്യപ്പൊടിയും വെണ്ണയും കൂട്ടിക്കുഴച്ച് തകർന്ന പ്രതിമ പോലെ മറ്റൊന്ന് നിർമ്മിച്ചു. യഥാർത്ഥ വെണ്ണക്കൽ പ്രതിമയല്ലാതെന്ന് ആർക്കും തോന്നിയതുമില്ല. താൽക്കാലികമായി ഭൃത്യൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം തന്റെ രക്ഷപ്പെടലിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് അനന്തരവന്റെ കഴിവിലായിരുന്നു. മൈക്കിൾ എന്ന ആ ബാലനെ അദ്ദേഹം കലാപഠനത്തിനായി ചേർത്തു. പിന്നീട് ആ ബാലൻ ലോകോത്തര പെയിന്റിങ്ങുകളുടെ സൃഷ്ടികർത്താവായി. ലോകം അവനെ മൈക്കലാഞ്ചലോ എന്ന് വിളിച്ചു. മറ്റുള്ളവരുടെ ചെറിയ ചെറിയ പ്രവൃത്തിയിലെ വലിയ മികവ് കണ്ടെത്താൻ സാധിക്കുക എന്നത് മനസ്സിന്റെ വലുപ്പത്തെയാണ് കാണിക്കുന്നത്. നമ്മൾക്കും ആ മാനസിക വിശാലത സാധ്യമാകട്ടെ. ശുഭദിനം.